1946 ഇന്ത്യൻ സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് തുടങ്ങിയ ഒരു കട ഇന്നും അതേ സ്റ്റൈലിൽ തന്നെ തുടരുകയാണ്. 80 വർഷമായി ഇന്നും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടാവും. പ്രത്യേകത ഇതാണ്: മട്ടൻ വിഭവങ്ങൾ മാത്രം കിട്ടുന്ന ഒരു കടയാണിത്. തിരുവനന്തപുരം കരമനയിലെ കൊച്ചണ്ണൻ സാഹിബ്സ് റെസ്റ്റോറൻ്റാണിത്. ഇവർ തന്നെ നേരിട്ട് വെട്ടിയെടുക്കുന്ന മട്ടനാണ് പാചകത്തിന് ഉപയോഗിക്കുന്നത്. കടയോട് ചേർന്ന് തന്നെയാണ് ഇറച്ചി വെട്ടുന്നതും. രാവിലെ വന്നാൽ ഇവിടുന്ന് ഇറച്ചിയും ഒക്കെ വാങ്ങാൻ കിട്ടും. മട്ടൻ കറി, മട്ടൻ റോസ്റ്റ്, മട്ടൻ സൂപ്പ്, മട്ടൻ ഞെല്ലി, അതുപോലെ തന്നെ കരൾ, അങ്ങനെ പോകുന്നു മട്ടൻ വിഭവങ്ങൾ. രാവിലെയും വൈകുന്നേരവും അപ്പവും ദോശയും പൊറോട്ടയും ഒറോട്ടയും പോലുള്ള ഐറ്റംസ് ആണ്. ഉച്ചയ്ക്ക് മട്ടൻ ബിരിയാണിയാണ്. ഇവിടുത്തെ മട്ടൻ ബിരിയാണി വളരെ ഫേമസ് ആണ്. വളരെ ചെറിയ ഒരു കടയാണ്, പരിമിതമായ സ്ഥലമേ ഉള്ളൂ. ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് കടയുടെ മുകളിൽ തന്നെ ചെറിയ ഒരു സൗകര്യമുണ്ട്. രാവിലെ തുടങ്ങുന്ന കച്ചവടം രാത്രി 10 മണി വരെയൊക്കെ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ മട്ടൻ ബിരിയാണിക്ക് 294, മട്ടൻ കറിക്ക് 230 റേറ്റ്. വാഴയിലയിലാണ് ഭക്ഷണമൊക്കെ വിളമ്പുന്നത്. അധികം സ്പൈസി അല്ലാത്ത നല്ല തിക്കായിട്ടുള്ള മട്ടൻ ഗ്രേവിയാണ്. കാലങ്ങളും ഭക്ഷണങ്ങളും അതുപോലെ പലതും മാറി മാറി വന്നെങ്കിലും ഈ കാലം ഇത്രയും ഒരു വിഭവം കൊണ്ട് മാത്രം ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് അവരുടെ ഭക്ഷണത്തിൻ്റെ പ്രത്യേകത കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്നതാണ്. കടയുടെ പുറത്ത് പേരിനോട് ചേർത്ത് കൊച്ചണ്ണൻ സാഹിബിൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു ചിത്രമൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരാണ് ഇപ്പോൾ ഈ കട നടത്തുന്നത്. പരിമിതമായ സൗകര്യങ്ങളെ ഉള്ളെങ്കിലും ഇതുപോലെ അതിപാരമ്പര്യമുള്ള ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഭവം തന്നെയാണ്. തിരുവനന്തപുരത്തൊക്കെ പോകുന്നവർ ഒരിക്കലെങ്കിലും പോയി ഒന്ന് ഭക്ഷണം കഴിച്ചിരിക്കേണ്ട ഒരു ഹോട്ടൽ തന്നെയാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം കരമന ജംഗ്ഷനിലാണ് ഈ ഹോട്ടലിൻ്റെ യഥാർത്ഥ ലൊക്കേഷൻ വരുന്നത്. അവിടെ ചെന്ന് ആരോട് ചോദിച്ചാലും ഹോട്ടലിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു തരുന്നതാണ്.